ഡിയർ ഫ്രണ്ട്സ്, ഇത് മലയാള പ്രണയകഥകളാണ്. ഈ കഥയുടെ ആദ്യ ഭാഗം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം അത് കണ്ടിട്ട് വരാൻ മറക്കരുതേ. കാരണം ഇന്നത്തെ ഭാഗം അതിൻ്റെ തുടർച്ചയാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കഥ തുടങ്ങാം. എന്നെ വിശ്വസിക്ക് രാമച്ച, ഞാൻ പറയുന്നത് സത്യമാണ്. നിങ്ങളെന്നെ അവർക്ക് പിടിച്ചു കൊടുത്താൽ അവരെന്നെ ആ വൃത്തികെട്ടവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. എനിക്ക് ഇഷ്ടമല്ല. രക്ഷപ്പെട്ടതാ ഞാൻ. പ്ലീസ് എന്നെ വിശ്വസിക്ക്. ഞാൻ നിങ്ങളോടെല്ലാം പറയാം. ഇനി ഒരു കള്ളവും പറയില്ല. സത്യം. എൻ്റെ അച്ഛനും അമ്മയുമാണേ സത്യം. അടുത്തേക്ക് വന്ന രാമച്ചൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടവൾ ഒരു വെപ്രാളത്തോടെയും പരവേശത്തോടെയും പറഞ്ഞു. നീ ഇങ്ങനെ വെപ്രാളപ്പെടാതെ കാര്യം എന്താണെന്ന് പറ മോളെ. സരസ്വതി അമ്മയെ ഒന്ന് നോക്കിക്കൊണ്ട് രാമച്ചൻ അവളുടെ അടുത്തേക്ക് നിലത്തേക്കിരുന്നു. യാമി സരസ്വതി അമ്മയെയും ദേവുനെയും ഒന്ന് നോക്കി. താൻ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാനുള്ളൊരു തിടുക്കത്തിൽ അവളെ തന്നെ നോക്കിയിരിക്കുകയാണവർ. എൻ്റെ പേര് ഗൗരി എന്നല്ല, യാമി രവീന്ദ്രൻ എന്നാണ്. ദേവനിലയത്തിൽ രവീന്ദ്രൻ്റെയും രാഗിണിയുടെയും ഒരേ ഒരു മകൾ. യാമി അവരെ 3 പേരെയും നോക്കി മെല്ലെ പറഞ്ഞു. ദേവനിലയം. സരസ്വതിയമ്മ ആ പേരൊന്ന് പറഞ്ഞു നോക്കി. എവിടെയോ കേട്ട പോലെ ഒരു ഓർമ്മ. പേര് കേട്ട വലിയ കുടുംബമാണ് ഞങ്ങളുടേത്. ബന്ധുക്കളൊക്കെ ഒരുപാടുണ്ട്. ഞാനും അച്ഛനും അമ്മയും ഒത്തിരി സന്തോഷത്തോടെയാണ് ജീവിച്ചു വന്നത്. എനിക്ക് 11 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളുടെ എല്ലാ സന്തോഷവും ഇല്ലാണ്ടായത്. അടുക്കളയിൽ എൻ്റെ മുന്നിൽ വെച്ച രാമച്ച എൻ്റെ അമ്മ വെന്ത് മരിച്ചത്. അടച്ചു പൂട്ടിയ വാതിൽ തട്ടി വിളിച്ച് ഉറക്കെ കരയാനല്ലാതെ എനിക്കൊന്നിനും കഴിഞ്ഞില്ല. ദേഹം കത്തിയെഴുമ്പോഴുള്ള അമ്മയുടെ നിലവിളി എനിക്കിപ്പോഴും കേൾക്കാം. ചുറ്റുവട്ടത്തുള്ള ആളുകൾ ഓടിക്കൂടിയതും വെള്ളമൊഴിച്ച് തീയണയ്ക്കാൻ നോക്കിയതും എല്ലാം ഞാൻ കണ്ടു. വെറുതെയെങ്കിലും മോഹിച്ചു എൻ്റെ അമ്മയ്ക്ക് ഒന്നും പറ്റിക്കാണില്ലെന്ന്. പക്ഷേ ഇല്ല. അച്ഛൻ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോഴാണ് അമ്മ ഇനി ഞങ്ങൾക്കൊപ്പം ഉണ്ടാവില്ലെന്ന് ഞാൻ കരുതിയത്. അവിടുന്ന് അങ്ങോട്ട് വീട് നിറയെ ആൾക്കാരായിരുന്നു. പോലീസ് വന്നു. എന്നോടും അച്ഛനോടും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. എന്തിനാ അതെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെയാ ആരോ പറയുന്നത് കേട്ടെ, എൻ്റെ അമ്മ അറിഞ്ഞുകൊണ്ടാ ദേഹത്ത് തീ കൊളുത്തിയതെന്ന്. അവസാനമായി എൻ്റെ കവളിൽ ഒരു മുത്തം തന്നുകൊണ്ട് എൻ്റെ അമ്മ പോയത് ആത്മഹത്യ ചെയ്യാനാണെന്ന്. പക്ഷേ അമ്മ എന്തിനാ ഇങ്ങനെ ചെയ്തത്? എനിക്കും അച്ഛനും അമ്മ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും അച്ഛനും അമ്മയെ എന്തോരം സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ടും അമ്മ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ഒത്തിരി ആലോചിച്ചു. 11 വയസ്സുകാരിയുടെ ബുദ്ധിയിൽ തൻ്റെ അമ്മയുടെ ജീവിതത്തിൽ ആത്മഹത്യ ചെയ്യാൻ മാത്രം പ്രശ്നങ്ങളൊന്നും തന്നെ ഉള്ളതായി തോന്നിയില്ല. അപ്പോഴാ ആരൊക്കെയോ പറഞ്ഞത് എൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചതാന്ന്. അങ്ങനെ പറഞ്ഞവരോടൊക്കെ എനിക്കന്ന് വല്ലാത്ത ദേഷ്യം തോന്നി. പക്ഷേ എൻ്റെ അച്ഛൻ കൂടെ അത് പറഞ്ഞപ്പോൾ വിശ്വസിക്കാനായില്ല. ഞാൻ കേട്ടതാ പോലീസിനോടും കുടുംബക്കാരോടുമൊക്കെ അച്ഛൻ പറയുന്നത്. അമ്മയ്ക്ക് അച്ഛനെ സംശയമായിരുന്നു എന്ന്. വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നും അവർ തമ്മിൽ വഴക്കായിരുന്നെന്ന്. ഒരു ഡോക്ടറെ കാണാൻ പോകണമെന്ന് അച്ഛനും അമ്മയും ഒരുപോലെ തീരുമാനിച്ചതായിരുന്നു അത്രേ. കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. അവർക്കിടയിൽ തന്നെയല്ലേ താൻ ഇത്രയും കാലം ജീവിച്ചതെന്ന് സംശയം തോന്നി. 2 മാസങ്ങൾക്ക് ശേഷം എൻ്റെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം എൻ്റെ അച്ഛൻ തന്നെ എനിക്ക് കാണിച്ചു തന്നു. അച്ഛൻ്റെ ആയിരുന്ന സുപ്രിയ ആൻറ്റി എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് എല്ലാ സംശയത്തിനും ഉത്തരം കിട്ടിയത് അന്നായിരുന്നു. അത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു 2ാം വിവാഹം. അമ്മയുടെ വീട്ടുകാരും അച്ഛൻ്റെ വീട്ടുകാരും എല്ലാം അച്ഛനെ എതിർത്തു. പക്ഷേ അച്ഛൻ അവരായിരുന്നു വലുത്. അവർക്ക് വേണ്ടി അച്ഛൻ എന്നെ ഒഴികെ മറ്റെല്ലാവരെയും വേണ്ടെന്ന് വെച്ചു. അവർ കാരണം എൻ്റെ അച്ഛൻ ബന്ധുക്കളെ എല്ലാം വെറുപ്പിച്ചു. സ്വത്തിലും അമ്മയുടെ മരണത്തിലും കുടുംബങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാം പലവിധ അഭിപ്രായങ്ങളായി. അച്ഛൻ പക്ഷേ പുതിയ ജീവിതം ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു. നാട്ടുകാരുടെയോ വീട്ടുകാരുടെയോ ഒരു കുത്തുവാക്കുകളും അച്ഛൻ അറിഞ്ഞില്ല. എന്തിനേറെ ആ വീട്ടിൽ ഞാനൊരാൾ ഉണ്ടെന്ന് പോലും അച്ഛൻ മറന്നുപോയി. അമ്മയില്ലാതെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പ്രശ്നങ്ങൾക്ക് നടുവിൽ ആരും എന്നെ കണ്ടില്ല. എന്നെക്കുറിച്ചാരും ഓർത്തില്ല. ഒറ്റപ്പെട്ടുപോയി. അച്ഛനുണ്ടായിട്ടും ഞാൻ അനാഥയായി പോയ പോലെ തോന്നി. എൻ്റെ അച്ഛൻ എന്നെ ഓർമ്മ വരാൻ സ്കൂളിലെ എൻ്റെ ക്ലാസ് ടീച്ചർ വിളിക്കേണ്ടി വന്നു. ആരോടും ഒന്നും മിണ്ടുന്നില്ല. ചിരിയും കളിയും ഒന്നുമില്ല. പഠിപ്പിലും ശ്രദ്ധിക്കുന്നില്ല. മെൻ്റലി വളരെ വീക്കാണ് കുട്ടി എന്നുള്ള ടീച്ചറുടെ പരാതിയിൽ അവസാന വാക്കുകൾ മാത്രമേ അച്ഛൻ കേട്ടിട്ടുള്ളൂ എന്ന് എനിക്ക് വീട്ടിലെത്തിയപ്പോഴാണ് മനസ്സിലായത്. ആ സ്ത്രീയുടെ ഉപദേശപ്രകാരം അച്ഛൻ എന്നെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ചു. അച്ഛൻ മനസ്സിലാകാത്ത എന്നെ ആ ഡോക്ടർ മനസ്സിലാക്കി.
അദ്ദേഹം അച്ഛനോട് ഒരുപാട് സംസാരിച്ചു. കുറച്ച് ദിവസത്തേക്കെങ്കിലും എന്നെ മറന്നുപോയതിൽ അച്ഛന് കുറ്റബോധം തോന്നിയിട്ടാകും. അതാ തിരക്കുകൾക്കിടയിലും എനിക്ക് വേണ്ടി കുറച്ചു നേരം അച്ഛൻ മാറ്റിവെച്ചത്. അത് പക്ഷേ അവർക്കൊട്ടും ഇഷ്ടമല്ലായിരുന്നു. അച്ഛൻ എന്നോട് മിണ്ടുന്നതോ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നതോ ഒന്നും അവർക്കിഷ്ടമല്ല. രണ്ടാമനമ്മയുടെ പോര് എന്നൊക്കെ സിനിമയിലും സീരിയലും കണ്ട് കരഞ്ഞിട്ടുള്ളൂ. അനുഭവിച്ചറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ അവസ്ഥ എത്ര വേദനയാണെന്ന്. ജീവിക്കുന്ന ഓരോ നിമിഷവും അമ്മയെ ഓർത്തു പോകും. അമ്മയില്ലാതെ ജീവിക്കേണ്ടെന്ന് തോന്നിപ്പോകും. അവരെ എന്നെ ഭ്രാന്തിയാക്കിയത്. ഞാൻ പറയുന്നതൊന്നും അച്ഛൻ വിശ്വസിക്കാതിരിക്കാൻ അച്ഛൻ്റെ മുന്നിൽ അവരെന്നെ ഭ്രാന്തിയാക്കി. അച്ഛൻ്റെ മുന്നിൽ മാത്രമല്ല, കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ പറഞ്ഞു അമ്മയുടെ ഭ്രാന്ത് മകൾക്കും വന്നതാണെന്ന്. അവർ പറയുന്നതായിരുന്നു അച്ഛന് വേദവാക്യം. സ്വന്തം മകൾ ഭ്രാന്തിയാണെന്ന് പറയുമ്പോൾ അച്ഛൻ അതൊന്ന് എതിർത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. കേട്ട പാതി കേൾക്കാത്ത പാതി ആശുപത്രിയിലേക്ക് വിളിക്കും. കൂടെ പോകില്ല ഞാൻ. അച്ഛനെ എതിർത്തും വഴക്കിട്ടും പിടിച്ചു നിന്നു. എന്നെ മനസ്സിലാക്കാത്ത അച്ഛനോട് ഞാൻ കാണിച്ച ദേഷ്യമൊക്കെയും അച്ഛന് ഭ്രാന്തായി തോന്നി. വാശിയായിരുന്നു എനിക്ക്. ആ സ്ത്രീക്ക് മുന്നിൽ തോൽവി സമ്മതിക്കില്ല എന്നുള്ള വാശി. അവരുടെ മുഖം കാണുന്നത് തന്നെ വെറുപ്പായതുകൊണ്ട് അച്ഛനോട് വഴക്കിട്ട് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചത്. 2 വർഷം ഞാൻ വീട്ടിലേക്ക് പോയതേയില്ല. അച്ഛൻ്റെ മരണവാർത്ത അറിയുവോളം ഞാൻ ആ വീട്ടിലേക്ക് പോയില്ല. ഒത്തിരി വിളിച്ചിരുന്നു അച്ഛൻ. പോകാൻ തോന്നിയില്ല. പേടിയായിരുന്നു. ആ വീട്ടിൽ ആ സ്ത്രീയുടെ കൂടെ ജീവിക്കേണ്ടി വരുമ്പോൾ എനിക്ക് ശരിക്കും ഭ്രാന്താകുമോ എന്ന്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അച്ഛൻ്റെ മരണവാർത്ത അറിയുന്നത്. ആളുകളെ ബോധിപ്പിക്കാൻ നെഞ്ചത്തടിച്ച് ആർത്ത് കരയുന്ന ആ സ്ത്രീയെ നോക്കി കരയാൻ മറന്ന് മനസ്സ് മരവിച്ചിരുന്നു പോയി. ഞാനും ആ സ്ത്രീയും മാത്രമായി ആ വീട്ടിൽ. വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയെ പറഞ്ഞത് കഴിഞ്ഞ കുറേ മാസങ്ങളായി അച്ഛനും ആ സ്ത്രീയും തമ്മിൽ നല്ല വഴക്കായിരുന്നു എന്ന്. അച്ഛനില്ലാത്ത നേരം അവർ മറ്റാർക്കും അച്ഛൻ്റെ സ്ഥാനം കൊടുത്തത്രേ. എൻ്റെ അനുഭവിച്ച എല്ലാ വേദനയും ദൈവം എൻ്റെ അച്ഛനും കൊടുത്തു. ആർക്കും വേണ്ടാത്തതായി ഞാനൊരാൾ മാത്രം. അല്ല, ഇപ്പോൾ അവർക്കെന്നെ വേണം. ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായി മരിക്കും മുമ്പേ അച്ഛൻ്റെ എല്ലാ സ്വത്തും എൻ്റെ പേരിലേക്ക് മാറ്റിയ വിവരം അറിഞ്ഞതു മുതൽ അവർക്കെന്നെ വേണം. അതിനു വേണ്ടിയാണ് അവരെന്നെ ആ വീട്ടിൽ പിടിച്ചു വെച്ചത്. അവരുടെ വൃത്തികെട്ട അനുജനെ കൊണ്ടെന്നെ വിവാഹം കഴിപ്പിക്കാൻ നോക്കിയത്. രക്ഷപ്പെട്ടതാ ഞാൻ. പൂട്ടിയിട്ട റൂമിൻ്റെ വാതിൽ തുറന്നു തന്നത് വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീയുടെ കാരുണ്യമാണ്. ഇനിയും എന്നെ അവരുടെ കയ്യിലേക്ക് തന്നെ ഇട്ടുകൊടുക്കരുത്. ഞാൻ നിങ്ങളുടെയൊക്കെ കാല് പിടിക്കാം. ഒരു 4 മാസം. അത്രയും ദിവസം അവരുടെ കണ്ണിൽ പെടാതെ എന്നെ ഇവിടെ നിർത്തണം. അത് കഴിഞ്ഞ് ഞാൻ പൊക്കോളാം. നിങ്ങൾക്കാർക്കും ഒരു ഉപദ്രവം ഞാൻ ഉണ്ടാക്കില്ല. സത്യം. യാമി രാമച്ചൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. 4 മാസം കഴിഞ്ഞ് നീ എങ്ങോട്ട് പോകും? സരസ്വതിയമ്മ സംശയത്തോടെ അവളെ നോക്കി. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്. അവളും ഫാമിലിയും ഇപ്പോൾ US-ലാണ്. എനിക്ക് തുടർന്ന് പഠിക്കാനുള്ളതൊക്കെ അവരവിടെ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ എനിക്ക് ആ സ്ത്രീയുടെയും അയാളുടെയും കണ്ണിൽ പെടാതെ പിടിച്ച് നിൽക്കണം. ഞാൻ മെൻ്റലി ഓക്കെ അല്ല എന്നൊരു ഡോക്ടറുടെ സാക്ഷ്യപത്രം ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് നിയമത്തിൻ്റെ വഴിയെ പോകാമായിരുന്നു. ഇത് പക്ഷേ ഞാൻ പോലീസിൻ്റെ സഹായം തേടിയാലും അവരുടെ വാദങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ സഹായം ചോദിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല. സഹായിക്കണം. യാമി മുഖം അമർത്തി തുടച്ചുകൊണ്ട് ഏറെ പ്രതീക്ഷയോടെ സരസ്വതി അമ്മയെയും രാമച്ചനെയും നോക്കി. അപ്പോൾ നീ പഠിപ്പും വിവരമൊക്കെ ഉള്ള കൂട്ടത്തിലല്ലേ? രാമച്ചൻ യാമിയെ നോക്കി കാര്യഭാവത്തിൽ ചോദിച്ചു. ഞാൻ BBA കഴിഞ്ഞതാ. 4 മാസം കഴിഞ്ഞ് അവിടെ പോയിട്ട് MBA ചെയ്യണം. പക്ഷേ ഇതിനിടയിൽ ഞാൻ അവരുടെ കയ്യിൽപ്പെട്ട പിന്നെ ഇതൊന്നും നടക്കില്ല. എൻ്റെ അമ്മയെപ്പോലെ ജീവനൊടുക്കുകയല്ലാതെ എൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ചേച്ചിയുടെ ഫോട്ടോയും വാർത്തയും ഒക്കെ എല്ലാവരും കണ്ടു കാണില്ലേ? ഞങ്ങൾ പറഞ്ഞില്ലെങ്കിലും വേറെ ആരെങ്കിലും അവരെ വിളിച്ചു പറഞ്ഞാലോ ചേച്ചി ഇവിടെയുണ്ടെന്ന്? ദേവ് അവളുടെ മനസ്സിൽ തെളിഞ്ഞ ചോദ്യത്തോടെ യാമിയുടെ അടുത്തേക്ക് വന്നു. അതെനിക്കും അറിയില്ല. പക്ഷേ എന്നെ ആരും കാണാതിരുന്നാൽ പോരെ? ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങില്ല. ഇവിടെ വീടിനകത്ത് തന്നെ നിന്നോളാം. യാമി ദയനീയമായി അവരെ 3 പേരെയും നോക്കി. അതിന് പറ്റില്ല. അമ്മ ചേച്ചിയെ കണ്ടില്ലേ? അമ്മായി അറിഞ്ഞ പിന്നെ ഈ കോളനി മുഴുവൻ അറിഞ്ഞ പോലെയാ. ഇനിയിപ്പം നമ്മൾ പറയരുതെന്ന് പറഞ്ഞാലും പോലീസൊക്കെ വന്ന് ചോദിച്ചാൽ അമ്മ പേടിച്ച് സത്യം പറയും. തൻ്റെ അമ്മയുടെ സ്വഭാവം നന്നായി അറിയാവുന്ന ദേവു അത് മറച്ചു വെക്കാതെ തുറന്നു പറഞ്ഞു. യാമി വീണ്ടും കഷ്ടത്തിലായി. ഫോണിലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഇനി എവിടെ പോയാലും അവരെന്നെ കണ്ടുപിടിക്കും. ഒരിക്കൽ കൂടി ആ വീട്ടിലേക്ക് ഇനി പോകേണ്ടി വന്ന യാമിക്കത് ഓർക്കാൻ കൂടെ കഴിഞ്ഞില്ല.
നിങ്ങളെന്തേ ഈ ആലോചിക്കുന്നത്? മുന്നിലിരിക്കുന്ന യാമിയെ നോക്കി ആലോചനയോടെ ഇരിക്കുന്ന രാമച്ചനെ നോക്കി സരസ്വതി അമ്മ ചോദിച്ചു. ലീല മാത്രമല്ല, കടയിൽ വെച്ച് വേറെയും കുറച്ച് പേര് ഇവളെ കണ്ടതാ സരസ്വതി. ഫോണിൽ ഫോട്ടോയൊക്കെ വന്ന സ്ഥിതിക്ക് അവർക്ക് എന്തായാലും ഇവളെ മനസ്സിലാവും. പോലീസ് എന്നെ തിരക്കി ഇവിടെ വരികയും ചെയ്യും. രാമച്ചൻ ചെറിയൊരു പേടിയോടെ യാമിയെ നോക്കിക്കൊണ്ട് സരസ്വതി അമ്മയോട് പറഞ്ഞു. ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് യാമിക്കും തോന്നി. അവൾക്കും വീണ്ടും പേടിയാവാൻ തുടങ്ങി. ഇനി എന്ത് ചെയ്യും നമ്മൾ? ദേവ് ചോദ്യത്തോടെ അവർക്കടുത്തേക്കിരുന്നു. സരസ്വതി അമ്മയും അതേ ചോദ്യത്തോടെ രാമച്ചനെ നോക്കി. അവർ പോലീസിലൊക്കെ പിടിപാടുള്ള വലിയ ആൾക്കാരാണെന്നല്ലേ മോള് പറഞ്ഞത്? രാമച്ചൻ ചോദ്യത്തോടെ യാമയെ നോക്കി. അവരുടെ കൂടെയുള്ള അയാൾ പോലീസാ, SI. യാമി രാമച്ചനെ നോക്കി മെല്ലെ പറഞ്ഞു. അപ്പോൾ നമുക്ക് വേണ്ടതും അങ്ങനത്തെ ഒരാളെയാണ്. രാമച്ചൻ എന്തോ ഒരു വഴി കണ്ടെത്തിയതുപോലെ സാവധാനം പറഞ്ഞു. എങ്ങനത്തെ ഒരാളെ? സരസ്വതിയമ്മ ഒന്നും മനസ്സിലാവാതെ രാമച്ചനെ നോക്കി. അതെന്നെ, പോലീസും കോടതിയുമായൊക്കെ നല്ല പിടിപാടുള്ള ഒരാളാവണം. ആ പെണ്ണും പിള്ള വന്നാലും എതിർത്തു നിൽക്കാൻ കഴിയുന്ന ഒരാളാവണം. രാമച്ചൻ സരസ്വതി അമ്മയെ നോക്കി ഏറെ ഗൗരവത്തോടെ പറഞ്ഞു. നിങ്ങളിതാരെക്കുറിച്ചാണ് മനുഷ്യ ഈ പറയുന്നത്? സരസ്വതി അമ്മ രാമച്ചനെ നോക്കി തെല്ലൊരു ചൊടിയോടെ ചോദിച്ചു. യാമയുടെ കണ്ണുകളും ഏറെ പ്രതീക്ഷയോടെ രാമച്ചനെ നോക്കി നിൽക്കുകയാണ്. എൻ്റെ സരസ്വതി, ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളെ നമുക്കറിയൂ. അല്ലെങ്കിൽ നമ്മൾ പോയി പറഞ്ഞ സഹായിക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരാളേ ഉള്ളൂ. അതാരാ? നീയൊന്ന് പറഞ്ഞേ. ശേഖരൻ മുതലാളിയാവും, അല്ലാതാര്? സരസ്വതി അമ്മ തെല്ലൊരു ഗമയോടെ പറഞ്ഞു. ആ, അത് തന്നെ. ഇവളെ രക്ഷിക്കാൻ ഇനി നമ്മുടെ മുന്നിൽ ആ ഒരു വഴിയേ ഉള്ളൂ. ചിറക്കൽ രാജശേഖരൻ. രാമച്ചൻ ഒരാലോചനയോടെ യാമിയെ അവരിൽ നിന്നും രക്ഷിക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഇവളും കൂടെ പോരട്ടെ. അവിടെ ചെന്ന് സാറെ കൊണ്ട് കാര്യം പറഞ്ഞാൽ മതിയല്ലോ. നമ്മൾ പറഞ്ഞാൽ സഹായിക്കാതിരിക്കില്ല, അതെനിക്കുറപ്പാ. പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തിയ പോലെ സരസ്വതി അമ്മ ഒരാശ്വാസത്തോടെ പറഞ്ഞു. അത് പറ്റില്ല. ഇത്രയും ന്യൂസും കാര്യങ്ങളും ഒക്കെ വന്ന സ്ഥിതിക്ക് രാമച്ചൻ്റെ കൂടെ ചേച്ചിയെ കണ്ട ആരെങ്കിലും അവരെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിന്ന് തന്നെ അന്വേഷിച്ചു വരില്ലേ? പിന്നെ അമ്മയെങ്ങാനും ഈ വാർത്ത കണ്ട അമ്മയും ചിലപ്പോൾ അവരെ വിളിച്ചു പറയും. അതുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോകണം. ദേവു പക്വതയോടെ അവളുടെ അഭിപ്രായം പറഞ്ഞതും രാമച്ചനും സരസ്വതി അമ്മയും ആ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് ചിന്തിച്ചു പോയി. രാമച്ചൻ പറഞ്ഞയാളെന്നെ സഹായിക്കുമെന്ന് ഉറപ്പാണോ? ഇല്ലെങ്കിൽ ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി തന്നാൽ മതി. യാമി ടെൻഷനോടെ ചോദിച്ചു. സഹായിക്കുമെന്ന് ഉറപ്പില്ലാത്ത ആളെ തേടി പോകുന്നതിലും നല്ലത് മറ്റെവിടേക്കെങ്കിലും ഓടി ഒളിക്കുന്നതാണെന്ന് അവൾക്ക് തോന്നി. ഏയ്, ഞങ്ങളൊരു സഹായം ചോദിച്ചാൽ ശേഖരൻ സാറ് പറ്റില്ലെന്ന് പറയില്ല, ഉറപ്പാ. സരസ്വതി അമ്മ ഉറപ്പിച്ചു പറഞ്ഞു. സാറ് കൈവിടില്ല മോളെ. നമുക്കൊന്ന് പോയി നേരിൽ കണ്ട് സംസാരിച്ച് നോക്കാം. പിന്നെ ഇവിടുന്ന് എങ്ങോട്ട് പോയാലും അവർ മോളെ തേടി അവിടെ എത്തുമെന്നല്ലേ മോള് പറഞ്ഞത്. അപ്പോൾ ഒളിച്ചു നിന്നിട്ട് കാര്യമില്ല. എതിർത്ത് നിൽക്കാൻ കഴിയുന്ന ഒരാൾ മോളുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സരസ്വതി, ചെന്ന് വേഗം റെഡിയാവും. ഇനി വൈകണ്ട, നമുക്കിപ്പോൾ തന്നെ പുറപ്പെടാം. 12 മണിക്ക് മുന്നേ അവിടെ എത്തിയ നേരെ മില്ലിൽ ചെന്ന് സാറിനെ കണ്ട് പ്രശ്നം പറയാം. ഭയത്തോടെ നിൽക്കുന്ന യാമയെ നോക്കി പറയുന്നതിനോടൊപ്പം രാമച്ചൻ സരസ്വതി അമ്മയോട് പറഞ്ഞു. എന്നാൽ നിങ്ങൾ ആ ജബ്ബാറിൻ്റെ ഓട്ടോ വിളിക്ക്. ഇനിയിപ്പോൾ ഇവിടെ വേറെ ആരും ഇവളെ കാണേണ്ട. സരസ്വതി അമ്മ മെല്ലെ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റുകൊണ്ട് രാമച്ചനോട് പറഞ്ഞു. അത് ഞാൻ വിളിക്കാം. നീയേ ചിറയ്ക്കലേക്കൊന്ന് വിളിച്ചു നോക്കിയേ. സാറിന്ന് മില്ലിലേക്ക് പോകുന്നുണ്ടോ അതോ വേറെ എങ്ങോട്ടെങ്കിലും പോയോ എന്നൊന്ന് അന്വേഷിക്ക്. ഇല്ലെങ്കിൽ നമ്മൾ അവിടറ്റം പോകുന്നത് വെറുതെ ആവും. ആ, അത് ശരിയാ. ഇത്രയും കഷ്ടപ്പെട്ട് അവിടം വരെ പോയിട്ട് സാറെങ്ങാനും അവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ പോയില്ലേ കാരൻ. ഞാനൊന്ന് വിളിക്കട്ടെ. ദേവു ആ ഫോണിങ് എടുത്തേരി മോളെ. സരസ്വതി അമ്മ കട്ടിലിരിക്കെ ദേവുവിനെ നോക്കി പറഞ്ഞു. ദേവു വേഗം ചെന്ന് സരസ്വതി അമ്മയുടെ ഫോൺ എടുത്ത് കയ്യിൽ കൊടുത്തു. ചിറയ്ക്കലെ ലാൻഡ് ലൈൻ നമ്പറിൽ കോൾ ചെയ്ത് ഫോൺ കാതോരം വയ്ക്കുന്ന സരസ്വതിയെ യാമി നെഞ്ചിടിപ്പോടെ നോക്കി. ഹലോ. ആരോ കോൾ എടുത്തതും സരസ്വതി അമ്മ അല്പം ഉച്ചത്തിൽ നീട്ടി വിളിച്ചു. മറുഭാഗത്തു നിന്നും അതേ എണ്ണത്തിൽ നീട്ടി പിടിച്ചൊരു ഹലോ തിരികെ യാമി കേട്ടു. അതൊരു പുരുഷ ശബ്ദമാണ്. ഗാംഭീര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ സ്വരം. ഹലോ, ഇതാരാ? അനുമോനാണോ? സരസ്വതിയമ്മ നല്ല ഉച്ചത്തിലാണ് ചോദിക്കുന്നത്. ശബ്ദം കേട്ടാൽ തോന്നും ഈ ഫോൺ ഇല്ലാതെ തന്നെ അങ്ങോട്ടേക്ക് കേട്ടോളുമെന്ന്. ഹലോ, ഇത് അനുമോനല്ലല്ലോ. അപ്പുറത്താരാ?
അവിടെ നിന്നും സരസ്വതി അമ്മയുടെ അതേ രീതിയിൽ തിരികെ സംസാരിക്കുന്ന ആ പുരുഷ ശബ്ദം. അയാൾ സരസ്വതി അമ്മയെ കളിയാക്കുകയാണെന്ന് യാമിക്ക് പെട്ടെന്ന് മനസ്സിലായി. അവൾ സരസ്വതി അമ്മയെ സൂക്ഷിച്ചു നോക്കി. വലിയ കാര്യഭാവത്തിലാണ് ആളുടെ മുഖം. പിന്നെ ആരാ, അജയ്മോനാണോ? സരസ്വതി അമ്മ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. അല്ലല്ലോ, അജയ്മോനും അല്ലല്ലോ. അപ്പുറത്താരാ? ഈ വീട്ടിലെ മഹാറാണിയാണോ? ഓ, ഇതാ കുരുത്തം കേട്ടവനാ. അവസാന ചോദ്യം കേട്ടതും സരസ്വതി അമ്മ മുഖം ചുളുക്കി യാമയെ നോക്കി പറഞ്ഞു. അയ്യോ, രുദ്രൻ കുഞ്ഞാണോ? ഇത് ഞാനാ മോനെ, സരസ്വതി അമ്മയാ. മുഖഭാവം കൊഞ്ഞനം കുത്തുന്ന പോലെയാണെങ്കിലും കേൾക്കുന്നയാൾക്കത് ഒത്തിരി സ്നേഹത്തോടെ ചോദിക്കുന്ന പോലെ തോന്നും. ആ രീതിയിലാണ് സരസ്വതി അമ്മയുടെ സംസാരം. സരസ്വതി അമ്മയുടെ ആ മുഖഭാവം യാമിക്ക് ആ അവസ്ഥയിലും ചിരി വന്നു പോയി. അയ്യ, ഇതാര്? സരസ്വതിയാണോ? ഇത് ഞാനാ, മനസ്സിലായില്ലേ? ശിവ. സരസ്വതി അമ്മ ചോദിച്ച അതേ സ്നേഹത്തിൽ തന്നെ ശിവ അതുപോലെ തിരിച്ചും ചോദിച്ചു. സരസ്വതി അമ്മ പല്ലിഞ്ഞിരിക്കുന്നുണ്ട്. യാമു ചെറുചിരിയോടെ നെറ്റി ചുളിച്ച സ്വരം കാതോർത്തു. മനസ്സിലായി മനസ്സിലായി. രുദ്രൻകുഞ്ഞിൻ്റെ ശബ്ദം കേട്ടാൽ എനിക്കറിയില്ലേ. പിന്നെ അല്ല മോനെ, സുഭദ്രാമ ഇല്ലേ? അവിടെ ഒന്ന് ഫോൺ കൊടുത്തേ. മുഖഭാവം ഒട്ടും ഇഷ്ടമില്ലാതെയാണെങ്കിലും സരസ്വതിയമ്മ സ്നേഹത്തോടെ ചോദിക്കും പോലെ ചോദിച്ചു. ആരാ ശിവ? അടുത്ത നിമിഷം തന്നെ ഫോണിലൂടെ ഒരു സ്ത്രീ ശബ്ദം സരസ്വതി അമ്മയെ പോലെ തന്നെ യാമയും കേട്ടു. നമ്മുടെ സരസ്വതി അമ്മേ, കുറച്ച് ദിവസമായില്ലേ പോയിട്ട്. ഇവിടെ എല്ലാവർക്കും സുഖമാണെന്ന് ചോദിക്കാൻ വിളിച്ചതാ. പ്രത്യേകിച്ച് എനിക്ക്, അല്ലേ? ശിവ അമ്മയെ നോക്കി കളിയാക്കലോടെ പറഞ്ഞു. സരസ്വതിയമ്മ യാമിയെ വല്ലായ്മയോടെ നോക്കി. ആ നോട്ടം കണ്ടാലറിയാം ഇപ്പോൾ സംസാരിച്ച ആളും സരസ്വതിയമ്മയും തമ്മിൽ അത്ര ചേർച്ചയില്ല ആ വീട്ടിലെന്ന്. ഇങ്ങ് താടാ, വെറുതെ എന്തിനെ ചുണ്ടി പിടിപ്പിക്കാതെ. സുഭദ്രാമ ഒരു ചിരിയോടെ ശിവന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി. എന്താ സരസ്വതി, എന്താ വിളിച്ചേ? പക്വതയോടെയുള്ള ഒരു സ്ത്രീ ശബ്ദം. യാമി നെഞ്ചിരിപ്പോടെ അവരുടെ സംസാരം കാതോർത്തു. രാമച്ചനും ദേവും പോകാനുള്ള മറ്റെന്തൊക്കെയോ ഒരുക്കങ്ങളിലാണ്. സുഭദ്രാമേ, ഞാൻ വിളിച്ചതേ രാമേട്ടൻ അത്യാവശ്യമായി മുതലാളിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നേ. അപ്പോൾ ഇന്ന് മില്ലിലേക്ക് വന്നാൽ ഒന്ന് കാണാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാ ഞാൻ. ആളവിടെ സ്ഥലത്തുണ്ടോ സുഭദ്രാമേ? സരസ്വതി അമ്മ ബഹുമാനത്തോടെ ചോദിച്ചു. ഉവ്വല്ലോ, ഇപ്പോൾ മില്ലിലേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. 12 മണി വരെ അവിടെ തന്നെ കാണും. വേറെ എവിടെയും പോകുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. രാമച്ചനോട് പോകുന്നുണ്ടെങ്കിൽ 12 മണിക്ക് മുന്നേ അങ്ങ് ചെല്ലാൻ പറ. സുഭദ്രാമ കാര്യഭാവത്തിൽ പറഞ്ഞു. ശരി സുഭദ്രാമേ, പറയാം. എന്നാ ഞാൻ വെച്ചോട്ടെ? സരസ്വതിയമ്മ ഒരു ചിരിയോടെ ചോദിച്ചു. അല്ല, നീ ഇന്ന് രാമച്ചനൊപ്പം വരുന്നുണ്ടോ ഇങ്ങോട്ട്? അതോ 2 ദിവസം കഴിഞ്ഞാണോ? സുഭദ്രാമ പെട്ടെന്ന് ചോദിച്ചു. ഞാനും ഇന്നങ്ങ് വരാമെന്ന് വിചാരിക്കുക. അതല്ലേ നല്ലത്? സരസ്വതിയമ്മ സംശയത്തോടെ ചോദിച്ചു. അതെ, എന്നാൽ ഇങ്ങ് പോരെ. പിന്നെ പോരുമ്പോൾ നീ പറഞ്ഞ ആ ചെടിയുടെ ഒരു കൊമ്പ് കൊണ്ടുവരണേ, മറക്കരുത്. ഇല്ലെന്നേ, അത് ഞാൻ മറക്കുവോ? ഉറപ്പായും കൊണ്ടുവരാം. സരസ്വതിയമ്മ നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. കോൾ കട്ട് ചെയ്തു. ചെടിയെന്ന് വെച്ച ജീവനാ സുഭദ്രാമയ്ക്ക്. എവിടെ ഏത് തരം കണ്ടാലും അത് വീട്ടിൽ വേണം. തെക്കേ പറമ്പിൽ ഒരു വലിയ ഗാർഡൻ തന്നെയുണ്ട്. എന്നെല്ലാം തരമാ അവിടെയുള്ളതെന്ന് അറിയോ? നമ്മളൊന്നും കാണാത്ത വിധം എന്തൊക്കെയോ നാട്ടിലുള്ളതൊക്കെ നട്ടുപിടിപ്പിച്ചേക്കുന്നത്. നീ നിന്റെ പൊങ്ങച്ചൊന്ന് നിർത്ത്. അവരെന്ത് പറഞ്ഞെന്ന് പറയണ്ടേ സരസ്വതി? നേരെയില്ല. ഇപ്പം തന്നെ വാർത്തൊരു വിധം എല്ലാവരും കണ്ടു കാണും. സരസ്വതി അമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ള ബാഗുമായി റൂമിലേക്ക് വന്ന രാമച്ചൻ ഇത്തിരി ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. ഇത് പൊങ്ങച്ചാണോ മനുഷ്യ? ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത്. നിങ്ങളും കണ്ടിട്ടില്ലേ? പിന്നെ മുതലാളി അവിടെ മില്ലിൽ തന്നെ ഉണ്ടാകുമെന്ന് സുഭദ്രാമ്മ പറഞ്ഞത്. ഞാൻ ഇന്നലെ വാങ്ങി വെച്ച ആ ബ്ലൗസില്ലേ, അതുകൂടെ ആ ബാഗിലേക്ക് വെക്ക് നിങ്ങൾ. അപ്പോഴേക്കും ഞാൻ പോയി ആ മാലതിയുടെ കയ്യിൽ നിന്ന് ആ ചെടിയുടെ 2 കൊമ്പ് വാങ്ങി വരാം. നീ ഒരുങ്ങ് പെണ്ണെ, എനിക്കിനി വേഷം മാറാനൊന്നുമില്ല. ഇത് തന്നെ മതി. അല്ല, ദേവു എന്തേ? അവൾ മോൾക്കുള്ള ഒരു ജോഡി ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ വരും, നീ വേഗം വാ. രാമച്ചൻ തിടുക്കം കൂട്ടിയതും സരസ്വതിയമ്മ വേഗം പുറത്തേക്കിറങ്ങി. സുഭദ്രാമയെ സൂപ്പിട്ട് നിർത്താനാ ഈ ചെടിയും കൊമ്പും എല്ലാം വാരി വലിച്ചു കൊണ്ടുപോകുന്നത്. ആളിത്തിരി കർക്കശമാണേ. പറഞ്ഞു വന്ന എല്ലാവരും ഇത്തിരി അഹങ്കാരം കൂടിയവർ തന്നെയാ. എന്നാലും പാവങ്ങളെ ദ്രോഹിക്കില്ല. അഹങ്കാരം കൊണ്ട് അവരെ നെഞ്ചത്തേക്ക് കയറിയുമില്ല. ശേഖര മുതലാളിക്ക് 4 മക്കളാ, 3 ആണും 1 പെണ്ണും. എല്ലാവരും നല്ല പഠിപ്പും വിവരവും ഒക്കെ ഉള്ളവരാ. മോളേതായാലും ഒരുങ്ങ്, നമുക്കൊന്ന് പോയി കണ്ട് സംസാരിക്കാം. മുതലാളിയാകുമ്പോൾ മോളെ തിരക്കി ഏത് കൊമ്പത്തെ പോലീസ് വന്നാലും ഒരു പേടിയും പേടിക്കേണ്ടതില്ല. തന്നെ ദയനീയമായി നോക്കി നിൽക്കുന്ന യാമിയെ നോക്കി രാമച്ചൻ പറഞ്ഞു. തൊട്ടു പിന്നാലെ ദേവ് ഒരു ചുരിദാർ കൊണ്ടു കൊടുത്തതും യാമി വേഗം ആ വേഷം മാറി പോകാനായി ഒരുങ്ങിയിറങ്ങി.
ചെടിയും കമ്പും എല്ലാം ഒടിച്ച് സരസ്വതിയമ്മ വന്നപ്പോഴേക്കും ഓട്ടോറിക്ഷക്കാരനും വന്നു. പിന്നെ ഒട്ടും വൈകില്ല. വീടും അടച്ചു പൂട്ടി മൂന്നാളും ചന്ദ്രശേഖരനെ കാണാൻ പുറപ്പെട്ടു. 1.5 മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ ഓട്ടോറിക്ഷ ഒരു വലിയ മരമില്ലിന് മുൻപിലായി നിർത്തി. രാമച്ചനും സരസ്വതിയമ്മയും ഇറങ്ങിയതിന് പിന്നാലെ യാമിയും ഇറങ്ങി. വലിയ വലിയ മരത്തടികൾ അട്ടിയട്ടിയായി ഒതുക്കി വെച്ചിരിക്കുന്നു. മരം മുറിക്കുന്ന മെഷീനിൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദവും അവിടുത്തെ ഒരു പ്രത്യേക തരം മണവും ഒത്തിരി പേര് അവിടെ ഇവിടെയായി ജോലി ചെയ്യുന്നതും അങ്ങനെ അവിടെയെല്ലാം യാമിയുടെ കണ്ണുകൾ ഒപ്പിയെടുത്തു. അതാ സാർ അവിടെയുണ്ട്. സരസ്വതിയമ്മ പറഞ്ഞതും രാമച്ചനൊപ്പം യാമിയും ആ ഭാഗത്തേക്ക് നോക്കി. വെള്ളമുണ്ടും ലൈറ്റ് റോസ് നിറത്തിലൊരു ഹാഫ് സ്ലീവ് ഷർട്ടും ഇട്ടൊരാൾ. പ്രായം ഒരു 60 കാണും. എങ്കിലും നല്ല ആരോഗ്യവാനാണ്. അത്യാവശ്യം തടിയും ഉയരവും ഒക്കെയുള്ള ഒരാൾ. തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ യാമിക്ക് അയാളുടെ മുഖം കാണാൻ കഴിഞ്ഞില്ല. നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ പോയി ആദ്യം കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വരാം. രാമച്ചൻ അവരെ നോക്കി പറഞ്ഞുകൊണ്ട് രാജശേഖരൻ്റെ അടുത്തേക്ക് ചെന്നു. പേടിക്കേണ്ട മോളെ, സർ നമ്മളെ കൈവിടില്ല. പേടിയോടെയുള്ള യാമിയുടെ നോട്ടം കാണെ സരസ്വതിയമ്മ പറഞ്ഞു. യാമി മെല്ലെ ഒന്ന് ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. എങ്കിലും ഏറെ നെഞ്ചിടിപ്പോടെ രാമച്ചനുമായി സംസാരിക്കുന്ന രാജശേഖരനെ കണ്ണെടുക്കാതെ നോക്കി അവൾ. ഏറെ നേരത്തിന് ശേഷമാണ് അങ്ങോട്ട് തിരിഞ്ഞു നിന്ന രാജശേഖരൻ യാമിയും സരസ്വതിയും നിൽക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയത്. അല്പം നര വീണിട്ടുണ്ടെങ്കിലും കട്ടി മീശയും ഗൗരവം നിറഞ്ഞ മുഖവും ഒക്കെയായി തലയെടുപ്പുള്ളൊരു മനുഷ്യൻ. യാമിക്ക് എന്തിനോ ഭയമായി. അയാൾ തന്നെ സഹായിക്കുമോ എന്ന ടെൻഷനോടെ അവൾ അയാളെ തന്നെ നോക്കി നിന്നതും രാമച്ചൻ അവരെ അടുത്തേക്ക് മാടി വിളിച്ചു. അത് കണ്ടതും സരസ്വതിയമ്മ യാമിയുടെ കൈ പിടിച്ച് അവരുടെ അടുത്തേക്ക് നടന്നു. രാജശേഖരൻ്റെ കണ്ണുകൾ യാമിയെ അത്രമേൽ സൂക്ഷിച്ചു നോക്കി. എന്താ പേര് പറഞ്ഞേ? അല്പം പരുക്കം മാറുന്നൊരു ശബ്ദത്തിൽ രാജശേഖരൻ യാമിയെ നോക്കി ചോദിച്ചതും സരസ്വതിയമ്മ യാമിയുടെ പേര് പറയാൻ തുനിഞ്ഞു. പക്ഷേ അടുത്ത നിമിഷം തന്നെ രാജശേഖരൻ അത് കൈയുയർത്തി തടഞ്ഞു. യാമി വല്ലാത്തൊരു പേടിയോടെ അയാളെ നോക്കി. അയാളുടെ കണ്ണുകൾ ചോദ്യത്തോടെ തന്നെ നോക്കുന്നു. യാമി രവീന്ദ്രൻ. അച്ഛൻ്റെ പേരാണോ രവീന്ദ്രൻ? രാജശേഖരൻ വീണ്ടും ചോദിച്ചു. അതെ, ദേവനിലയം ഗ്രൂപ്പ്സിൻ്റെ MD രവീന്ദ്രൻ. അതാ എൻ്റെ അച്ഛൻ. യാമി നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു. അച്ഛനിപ്പോൾ ജീവിച്ചിരിപ്പില്ല അല്ലേ? ഇല്ല. രാമൻ പറഞ്ഞതൊക്കെ തന്നെയാണോ നിനക്കും പറയാനുള്ളത്? അതോ ഇവരോട് പറയാത്ത എന്തെങ്കിലും രഹസ്യമുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോടത് പറയണം. രാജശേഖരൻ ഗൗരവത്തോടെ യാമിയെ നോക്കി പറഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞതൊക്കെ സത്യ. എനിക്കൊരസുഖവുമില്ല. പക്ഷേ ദ്രോഹിക്കുക, ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അച്ഛൻ എൻ്റെ പേരിൽ എഴുതി വെച്ചതെല്ലാം അവർ തന്നെ എടുത്തോട്ടെ. അത് ഞാൻ അവരോട് പറഞ്ഞതുമാ. പക്ഷേ അങ്ങനെ അതവർക്ക് കൊടുക്കാനുള്ള അവകാശം പോലും എനിക്കില്ല. അതാ അവരെന്നെ അവർക്കൊപ്പം തന്നെ പിടിച്ചു നിർത്താൻ നോക്കുന്നത്. സഹായം ചോദിക്കാൻ വേറെ ആരുമില്ല. ദൈവത്തെ ഓർത്ത് ഒരു 3-4 മാസം അത്ര മതി. അതിനുള്ളിൽ ഞാൻ പൊക്കോളാം. അതിന് വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. പ്ലീസ് രക്ഷിക്കണം. രാജശേഖരന് മുന്നിൽ യാമി കണ്ണീരോടെ കൈകൂപ്പി. സഹായം ചോദിച്ചു വരുന്നവരെ കൈയൊഴിഞ്ഞ ചരിത്രം രാജശേഖരനില്ല. സഹായിക്കും. പക്ഷേ സഹായിച്ചവൻ്റെ നെഞ്ചത്തേക്ക് തന്നെ കത്തി കയറ്റാൻ മടിക്കാത്ത ചിലരുണ്ട്. അക്കൂട്ടത്തിലുള്ളതാണെങ്കിൽ മോളെ, ഞാൻ മാന്യമായി പറയുന്നതാ. ജീവൻ വേണമെങ്കിൽ നിനക്കിപ്പോൾ പിന്മാറാം. അതല്ല നീ പറയുന്നത് മാത്രമാണ് നിൻ്റെ ആവശ്യമെങ്കിൽ സരസ്വതി വീട്ടിലേക്ക് പോകുമ്പോൾ കൂടെ ചെല്ല്. സുഭദ്രയുടെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ബാക്കിയൊക്കെ വേണ്ടതുപോലെ നമുക്ക് പിന്നീട് ചെയ്യാം. ചെല്ല്. വല്ലാത്തൊരു കടുപ്പത്തോടെ യാമിയെ നോക്കിക്കൊണ്ട് രാജശേഖരൻ പറഞ്ഞു. സർ കരുതും പോലെ ഈ കുട്ടിക്ക് വേറെ ദുരുദ്ദേശമൊന്നും ഇല്ലെന്നേ. ഒരു പാവാണ്. നമ്മളോട് പറയുന്നതും സത്യമാണ്. വലിയ നിലയിൽ ജീവിക്കേണ്ട കുട്ടിയാ സാറേ. താങ്ങായി നിൽക്കാൻ ആരുമില്ലാത്തതിൻ്റെ പേരിലാണ് ജീവഭയം കൊണ്ട് ഇങ്ങനെ ഒളിച്ചോടുന്നത്. രാമച്ചൻ രാജശേഖരനെ നോക്കി യാമിക്ക് വേണ്ടി വീണ്ടും പറഞ്ഞു. ഞാനൊന്ന് അന്വേഷിക്കട്ടെ രാമ. പറഞ്ഞതൊക്കെ സത്യം തന്നെയാണെങ്കിൽ ചിറക്കലെ വീട്ടിൽ സുരക്ഷിതയായിരിക്കും അവൾ. അതുപോരെ? രാമച്ചൻ്റെ തോളിൽ പാറ വീണ ഒരു മരമുട്ട് മെല്ലെ തട്ടിക്കൊടുത്തുകൊണ്ട് മില്ലിനകത്തേക്ക് നടക്കെ അയാൾ ഗൗരവത്തോടെ പറഞ്ഞു. ആ ഒരു വാക്ക് മതിയായിരുന്നു സരസ്വതി അമ്മയുടെയും രാമച്ചൻ്റെയും ചുണ്ടിൽ സമാധാനത്തിൻ്റെ പുഞ്ചിരി തെളിയാൻ. കൂടുതൽ സംസാരത്തിന് നിൽക്കാതെ പിന്നെ അവർ നേരെ ചിറക്കൽ വീട്ടിലേക്ക് പുറപ്പെട്ടു. സാർ നോക്കാമെന്ന് പറഞ്ഞില്ലേ? മോളിനി ഒന്നും ഓർത്ത് പേടിക്കേണ്ട. അമേരിക്കയിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ശരിയാവും വരെ ഇവിടെ നിൽക്കാം. ഒന്നുകൊണ്ടും പേടിക്കേണ്ട. സരസ്വതി ഇല്ലേ അവിടെ? ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട. എന്നെ വിളിച്ചാൽ മതി. ഓട്ടോയിൽ കയറിയ രാമച്ചൻ യാമിയെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞു.
നന്ദി പറയാൻ വാക്കുകൾ കൈവശമില്ലാത്തവളെ പോലെ നിറക്കണ്ണുകളോടെ ആ മനുഷ്യനെ നോക്കി. തൻ്റെ ജീവിതത്തിൽ ദൈവതുല്യനായി വന്ന മനുഷ്യൻ. ഇനി ഇങ്ങനെ കരഞ്ഞിരിക്കൊന്നും വേണ്ട മോളെ, സന്തോഷമായിട്ടിരിക്ക്. മാത്രമല്ല, ഈ കരഞ്ഞു പിടിച്ചുള്ള നിൽപ്പ് കണ്ട വീട്ടിലുള്ളവർക്കും എന്തെങ്കിലും സംശയമൊക്കെ തോന്നും. തൽക്കാലം മോളുടെ പ്രശ്നങ്ങളൊന്നും അവിടെ ആരും അറിയണ്ടെന്ന സർ പറഞ്ഞത്. അതങ്ങനെ തന്നെ നിന്നോട്ടെ. സരസ്വതി അമ്മ ഇത്തിരി സ്നേഹത്തോടെ തന്നെ അവളോട് പറഞ്ഞു. മില്ലിൽ നിന്നും ഒരു 10 മിനിറ്റ് നേരത്തെ ദൂരമേ ചിറക്കൽ വീട്ടിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഒരു വലിയ ഗേറ്റിന് മുന്നിലാണ് അവർ വന്നിറങ്ങിയത്. വലിയ വീടും ചുറ്റുപാടും ഒന്നും യാമിക്ക് പുതുമയുള്ളതല്ല. വലിയ സന്തോഷമൊന്നും അനുഭവിച്ചിട്ടില്ലെങ്കിലും ഇതുപോലൊരു വീട്ടിൽ തന്നെയാണ് തൻ്റെ അച്ഛൻ്റെ മരണം വരെ അവൾ ജീവിച്ചത്. എന്നിരുന്നാലും യാമിയുടെ കണ്ണുകൾ ആ വീടിന് ചുറ്റുപാടും ശ്രദ്ധയോടെ നോക്കി. ഒരു നാട്ടിൻപുറം പോലെ തോന്നിക്കുന്ന സ്ഥലമാണ്. പക്ഷേ വീടും ചുറ്റുപാടും എല്ലാം മോഡേൺ രീതിയിലാണ്. 4-5 കാറുകൾ ഒരുമിച്ച് നിർത്താൻ തക്ക വലിയ കാർപോജും സരസ്വതി അമ്മ പറഞ്ഞ വലിയ ഗാർഡനും നിറയെ തെങ്ങും ഒക്കെയുള്ള ഒരിടം. ഞാനെന്നാ കയറുന്നില്ല, നിങ്ങൾ ചെല്ല്. പിന്നെ മോളെ, പറഞ്ഞത് മറക്കണ്ട. എന്താ അത്യാവശ്യമുണ്ടെങ്കിലും എന്നെ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ. വിഷമിക്കരുത്. നിനക്ക് കാശ് വല്ലതും വേണോ സരസ്വതി? യാമിയെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് രാമച്ചൻ സരസ്വതി അമ്മയോട് ചോദിച്ചു. ആ, ഇതിനകത്തോട്ട് കയറിയ പിന്നെ എനിക്കെന്തിനാ മനുഷ്യ ക്യാഷ്? നിങ്ങൾ ചെല്ലാൻ നോക്ക്. പിന്നെ പണിയെടുത്താൽ മാത്രം പോരാ, നേരത്തിനും കാലത്തിനും എന്തെങ്കിലുമൊക്കെ കഴിക്കണം. രാമച്ചൻ്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങിക്കൊണ്ട് സരസ്വതിയമ്മ പറഞ്ഞു. യാമി അവരുടെ 2 പേരുടെയും സ്നേഹ സംഭാഷണങ്ങൾ ഒരു ചിരിയോടെ നോക്കി നിന്നു. രാമച്ചൻ യാമിയെ നോക്കി ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞുകൊണ്ട് ഓട്ടോയിലേക്ക് തിരികെ കയറിയതും സരസ്വതി അമ്മ യാമിയുടെ കൈ പിടിച്ച് ആ വലിയ ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് കയറി. ഇന്ന് കഥ ഇവിടെയൊന്ന് നിർത്താം. ഇനി എന്തൊക്കെയാണ് യാമിയുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് അടുത്ത ഭാഗത്ത് അറിയാം. അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.